ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പി നോക്കാം. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി. ഇതൊരു അറബിക് പുഡിംഗ് ആണ്. അതുകൊണ്ട് നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ആദ്യമായിട്ട് ഒരു കടായിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിന് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുക്കുക. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ കലക്കി കട്ടയൊന്നും ഇല്ലാതെ കലക്കി റെഡിയാക്കി വെക്കുക കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് കസ്റ്റേർഡ് ആണ് തയ്യാറാക്കേണ്ടത്. പാല് തിളക്കി ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പയ്യെ പയ്യെ കുറുക്കിയെടുക്കണം. ഞാനിവിടെ വാനില കസ്റ്റേർഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാനില ഫ്ലേവർ ഉള്ളതല്ല എങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഈ കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചാലും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കാരണം അതിന്റെ അടിയിൽ കുറെ ഇത് അടിഞ്ഞു കിടക്കും. അതോടെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് എനിക്കിത് കറക്റ്റ് ആയിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കണം. നമുക്കിത് നല്ല തിക്കായിട്ടൊന്നും വേണ്ട, ഒരല്പം റെണ്ണിയായിട്ട് തന്നെ മതി. നമുക്ക് ഈ ബ്രെഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാകത്തിലായിരിക്കണം എന്നേ ഉള്ളൂ. ഈ കസ്റ്റർഡ് റെഡി ആയി കഴിയുമ്പം അതെടുത്ത് ഒരു ബൗളിലേക്ക് വല്ലതും മാറ്റുക. ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിന്റെ ചൂടുകൊണ്ട് കൂടുതൽ കുറുക്കി പോകും. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അപ്പർ ലെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീം മിക്സ്ചറൂടെ തയ്യാറാക്കി വെക്കാം. ഈ സൈഡെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ കസ്റ്റർഡ് റെഡി ആക്കുമ്പോൾ, അല്ലെങ്കിൽ അതെല്ലാം കട്ട പിടിച്ചു പോകും. അപ്പൊ നമ്മുടെ കസ്റ്റർഡിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും, അതൊരു രസമില്ല. ഇത് കണ്ടില്ലേ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് മാറ്റി വെക്കുന്നത്. അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുക്കുക. അതിലേക്ക് 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന്റെ അപ്പർ ലെയറിലേക്ക് വേണ്ടിയിട്ടാണ്. ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഫ്രഷ് ക്രീമും നമ്മുടെ ഈ കസ്റ്റർഡ് മിക്സും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് റെഡിയാക്കാം. ഒരു 3 സ്ലൈസോളം ബ്രെഡ് എടുക്കുക. അതിന്റെ അരികെല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയർസ് ആക്കി വെക്കുക. എന്നിട്ട് അത് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിലേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ കസ്റ്റർഡ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കും. കസ്റ്റർഡ് ഇപ്പൊ ആവശ്യത്തിന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, തണുത്തല്ലോ. അപ്പോൾ തന്നെ ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ ബ്രെഡിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്താൽ മതി. ഞാനിവിടെ ബദാമും പിസ്തയും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പാത്രം തീരുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും നേരം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഒരു സെറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഈ പാത്രം ചെറിയൊരു പാത്രം അല്ലേ, നമ്മളിവിടെ ഒത്തിരി മധുരം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഇല്ല വീട്ടില്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. മാത്രമല്ല നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. എപ്പം വെള്ളം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിന്റെ ഒന്നുകൂടെ ഈ കസ്റ്റർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സെറ്റ് കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്രീം റെഡിയാക്കി വെച്ചിട്ടില്ലേ, ക്രീമിന്റെയും മിൽക്ക് മെയ്ഡിന്റെയും മിക്സ്ചർ, അതുകൂടെ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അന്നേരം അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ നട്ട്സിന്റെ മിക്സും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. നന്നായി തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പൊ നോയമ്പ് കാലമൊക്കെ അല്ലേ, നമുക്ക് വൈകിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? സെറ്റ് ആയി കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും.
ആ ബ്രെഡെല്ലാം നല്ലതായിട്ട് ഇതിൽ സോക്കായി നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് ഇതിന്. ആ പിസ്തയുടെ ഒക്കെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത്. അപ്പം ഈസി റെസിപ്പി അല്ലേ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണേ.